നമസ്കാരം. നെക്സ്റ്റ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ LDF നേടിയത് 8049 വോട്ടുകൾ. 6117 വോട്ടുകൾ നേടി UDFും 2975 വോട്ടുകൾ നേടി NDAയും. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ LDF നേടിയെടുത്തത് 4437 വോട്ടുകൾ. 3682 വോട്ടുകൾ നേടി UDFും 2808 വോട്ട് നേടി NDAയും. അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പെങ്ങാമുക്ക് പള്ളിയിൽ സ്വീകരണം നൽകി. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ തിരുവാതിര വാണ്യം ഡിസംബർ 28-ന്. നാഷണൽ കളരിപ്പയറ്റ് മത്സരത്തിൽ അരുവായി VKM കളരി സംഘത്തിൽ നിന്നും 9 പേർ വിജയികളായി. ഒറ്റപ്പിലാവിൽ പ്രവർത്തിക്കുന്ന പെരുമ്പിലാവ് ചന്തയുടെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ LDF നേടിയത് 8049 വോട്ടുകൾ. 6117 വോട്ടുകൾ നേടി UDFും 2975 വോട്ടുകൾ നേടി NDAയും. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 16 വാർഡുകളിൽ നിന്നായി LDF നേടിയത് 8049 വോട്ടുകൾ. 12 വാർഡുകളിൽ മുന്നിട്ട് നിന്നപ്പോൾ 4 വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തായി. മൂന്നാമതാകാതെ പഞ്ചായത്തിൽ പിടിച്ചു നിന്നതും ഭരണം നേടി തുടർഭരണം നടത്തുന്നതിനും LDFന് സാധിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് വാർഡ് 11 പട്ടിത്തടമാണ്, 654 വോട്ടുകൾ. ഏറ്റവും കുറവ് വോട്ടുകൾ നേടിയത് 14-ാം വാർഡ് കാഞ്ഞിരത്തിങ്കലാണ്, 298 വോട്ട്. UDF 16 വാർഡുകളിൽ നിന്നായി 6117 വോട്ടുകളാണ് നേടിയത്. 3 വാർഡുകളിൽ ഒന്നാമതായപ്പോൾ 8 വാർഡുകളിൽ രണ്ടാമതും 5 വാർഡുകളിൽ മൂന്നാമതുമായി. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് വാർഡ് 2 രാമപുരത്താണ്, 689 വോട്ടുകൾ. ഏറ്റവും കുറവ് വോട്ട് നേടിയത് വാർഡ് 5 ചെറുതുരുത്തിയിലാണ്, 182 വോട്ടുകൾ. കഴിഞ്ഞ തവണ UDF വാർഡായിരുന്ന പട്ടിത്തടം LDF പിടിച്ചെടുത്തപ്പോൾ LDFന്റെ വാർഡായിരുന്ന രാമപുരം UDF തിരിച്ചുപിടിച്ചു. NDA 2975 വോട്ടുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കാനും NDAക്ക് സാധിച്ചു. UDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന മൂലേപ്പാട് വാർഡിലാണ് NDA വിജയിച്ചത്. LDFിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദനെ പരാജയപ്പെടുത്തിയപ്പോൾ സിറ്റിംഗ് സീറ്റിൽ UDF 3-ാം സ്ഥാനത്തായി. കാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചിരുന്ന വാർഡിൽ വിജയം നേടുന്നതിനാണ് CPM മുതിർന്ന നേതാവിനെ രംഗത്തിറക്കിയത്. വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും മികച്ച മുന്നേറ്റം നടത്താനും UDFനെ മൂന്നാമതാക്കാനും LDFന് സാധിച്ചു. 7-ാം വാർഡ് ആയനൂർ ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് NDA നേടിയത്, 492 വോട്ടുകൾ. ഏറ്റവും കുറവ് വാർഡ് 8 കോട്ടോലിൽ 49 വോട്ടുകളാണ് നേടിയത്. 4 വാർഡുകളിൽ രണ്ടാമതെത്തിയപ്പോൾ 11 വാർഡുകളിൽ മൂന്നാമതായി. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ LDF നേടിയെടുത്തത് 4437 വോട്ടുകൾ. 3682 വോട്ടുകൾ നേടി UDFും 2808 വോട്ട് നേടി NDAയും. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 13 വാർഡുകളിൽ നിന്നായി LDF നേടിയെടുത്തത് 4437 വോട്ടുകൾ. 9 വാർഡുകളിൽ മുന്നിട്ട് നിന്നപ്പോൾ 4 വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തായി. മൂന്നാമതാകാതെ പഞ്ചായത്തിൽ പിടിച്ചു നിൽക്കാനും ഭരണം നേടി തുടർഭരണം നടത്താനും LDFന് സാധിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് വാർഡ് 2 പൊന്നത്താണ്, 476 വോട്ടുകൾ. ഏറ്റവും കുറവ് വോട്ടുകൾ നേടിയത് വാർഡ് 7 അക്കിക്കാവ് ഈസ്റ്റിലാണ്, 210 വോട്ടുകൾ. UDF 13 വാർഡുകളിൽ നിന്നായി 3682 വോട്ടുകൾ നേടി. 3 വാർഡുകളിൽ ഒന്നാമതെത്തിയപ്പോൾ 5 വാർഡുകളിൽ രണ്ടാമതും 5 വാർഡുകളിൽ മൂന്നാമതുമായി. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് വാർഡ് 10 കല്ലഴിക്കുന്നത്താണ്, 448 വോട്ടുകൾ. ഏറ്റവും കുറവ് വാർഡ് 9 അഗതിയൂർ സെന്ററിലാണ്, 146 വോട്ടുകൾ. NDA 2808 വോട്ടുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കാനും NDAക്ക് കഴിഞ്ഞു. വാർഡ് 9 അഗതിയൂർ സെന്ററിലാണ് NDA വിജയിച്ചത്. 9-ാം വാർഡ് അഗതിയൂർ സെന്ററിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത്, 458 വോട്ടുകൾ. ഏറ്റവും കുറവ് വാർഡ് 6 അക്കിക്കാവ് വെസ്റ്റിൽ 49 വോട്ടുകളാണ് നേടിയത്. 4 വാർഡുകളിൽ രണ്ടാമതെത്തിയപ്പോൾ 8 വാർഡുകളിൽ മൂന്നാമതായി. അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പെങ്ങാമുക്ക് പള്ളിയിൽ സ്വീകരണം നൽകി. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മലബാർ മീനങ്ങാടി കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇടവക അംഗങ്ങളെ സുപ്രീം കോടതി വിധിയുടെ മറവിൽ
പുറത്താക്കി മെത്രാൻ കക്ഷികൾക്ക് കൊടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി സർക്കാർ ആരാധനാ സ്വാതന്ത്ര്യത്തിനായി നിയമനിർമ്മാണം നടത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ടാണ് മലബാറിലെ മീനങ്ങാടി പള്ളിയിൽ നിന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച സംരക്ഷണ യാത്ര ആരംഭിച്ചത്. പെങ്ങാമുക്കിൽ സംരക്ഷണ യാത്രയ്ക്ക് പള്ളി വികാരിമാരായ ഫാദർ ഏലിയാസ് കിരിമുളയിൽ, ഫാദർ എൽദോ ജോയ് മഴുവഞ്ചേരി പറമ്പത്ത്, പഴയ പള്ളി ട്രസ്റ്റി സി വി വറിയത്ത്, കൈക്കാരൻ കെ പി തമ്പി, സെക്രട്ടറി സി വി സൈമൺ, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസനത്തിലെ വൈദികർ, ഇടവക ജനങ്ങൾ എന്നിവർ സ്വീകരണം നൽകി. സമരനായകൻ അഭിവന്ദ്യ തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പോലിത്ത, തൃശൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലീബീസ് മെത്രാപ്പോലിത്ത, സഭ വൈദിക ട്രസ്റ്റി ഫാദർ സ്ലീബ പോൾ വട്ടുവേലി കോർ എപ്പിസ്കോപ്പ, സഭ ആത്മായ ട്രസ്റ്റി ഷാജി ചൂണ്ടയിൽ, തൃശൂർ ഭദ്രാസന ജാഥ കമ്മിറ്റി ജനറൽ കൺവീനർ ഫാദർ മാത്യൂസ് അബ്രഹാം, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജെയ്സൺ ജോൺ എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഡിസംബർ 29 സംരക്ഷണ യാത്ര തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സമാപിക്കും. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ തിരുവാതിര വാണ്യം ഡിസംബർ 28. തിരുവാതിരയുടെ മുന്നോടിയായി കാട്ടകാമ്പാൽ അമ്പലനടയിൽ നടത്താറുള്ള തിരുവാതിര വാണ്യം ഡിസംബർ 28 നടക്കും. സ്റ്റേജ് പരിപാടികൾ ഒഴിവാക്കിയാണ് ഇത്തവണ വാണ്യം നടത്തുന്നത്. പരമ്പരാഗത കച്ചവടക്കാർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിപണനം നടത്താനുള്ള സൗകര്യങ്ങളുണ്ടാവും. 27 ആർട്ട് കാമ്പാൽ എന്ന പേരിൽ വിവിധ പ്രായത്തിലുള്ളവർക്ക് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അമ്പലനടയിൽ നടത്തും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യണം. സ്രായിക്കടവിലെ ഫോട്ടോകൾ അടിസ്ഥാനമാക്കി മൊബൈൽ ഫോട്ടോഗ്രഫി മത്സരവും നടത്തും. ഡിസംബർ 20 നും 27 ഇടയിൽ സ്രായിക്കടവിൽ നിന്നെടുത്ത ഫോട്ടോകൾ തിരുവാതിര വാണ്യത്തിന് മുൻപ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു നൽകണം. ആലോചന യോഗത്തിൽ ഷീജ സുദീപ്, പി പി ജ്യോതിഷ്, കെ ബി സുദീപ്, ഷിബു നടുമുറി എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. നാഷണൽ കളരിപ്പയറ്റ് മത്സരത്തിൽ അരുവായി VKM കളരി സംഘത്തിൽ നിന്നും 9 പേർ വിജയികളായി. ഓൺലൈനായി നടന്ന നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ അരുവായി കിഴൂർ VKM കളരി സംഘത്തിൽ നിന്ന് 9 പേർ വിവിധ ഇനങ്ങളിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. നടുവടിപ്പയറ്റ് ഇനത്തിൽ ജൂനിയർ വിഭാഗത്തിൽ MV അമൃത, KR നന്ദന എന്നിവർ 1ാം സ്ഥാനവും KS ഗിൽന, കൈഗനി സുരേഷ് തുടങ്ങിയവർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മെയ്പയറ്റ് വിഭാഗത്തിൽ സീനിയർ VH ദേവിക 1ാം സ്ഥാനവും, ജൂനിയർ വിഭാഗത്തിൽ KA അഭിരാം 2ാം സ്ഥാനവും, സബ് ജൂനിയർ വിഭാഗത്തിൽ MH ദേവിക 2ാം സ്ഥാനവും, വാൾപയറ്റ് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ PS സദുൻ, PK ഷഹാസ് എന്നിവർ 2ാം സ്ഥാനവും നേടി. ഒറ്റപ്പിലാവിൽ പ്രവർത്തിക്കുന്ന പെരുമ്പിലാവ് ചന്തയുടെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. ഒറ്റപ്പിലാവിൽ പ്രവർത്തിക്കുന്ന പെരുമ്പിലാവ് ചന്തയുടെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. കോവിഡ് മഹാമാരി മൂലം 9 മാസം മുമ്പ് ചന്ത അടച്ചുപൂട്ടിയതായിരുന്നു. ചന്ത ചെറിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയതോടെ
ചന്തയെ ചുറ്റിപ്പറ്റി ഉപജീവനം നടത്തുന്ന ആളുകൾ പ്രതീക്ഷയിലാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആടുമാടുകൾ ഇവിടെ വിൽപ്പനയ്ക്കായി എത്തുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 5 തുടങ്ങുന്ന കച്ചവടം രാത്രി 9 വരെ നീണ്ടുനിൽക്കും. പൊരുത്തുകാർ, ചുമട്ടുതൊഴിലാളികൾ, ഡ്രൈവർമാർ, വഴിയോര വിൽപ്പനക്കാർ തുടങ്ങി ഇതര ജില്ലകളിൽ നിന്നടക്കം 100 കണക്കിന് വ്യക്തികളാണ് ചന്തയിൽ തൊഴിൽ തേടി എത്തുന്നത്. ചന്ത നിലച്ചപ്പോൾ സ്വകാര്യ വ്യക്തികൾ എത്തിക്കുന്ന ആടുമാടുകളെ ആശ്രയിച്ചായിരുന്നു ഇറച്ചി കച്ചവടം നടന്നത്. ചന്ത വീണ്ടും സജീവമായതോടെ കച്ചവടക്കാർ കുറേശ്ശെ തിരിച്ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മാടുകളുടെ വരവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അധികം താമസിക്കാതെ പഴയ പ്രതാപത്തിലേക്ക് ചന്ത തിരിച്ചെത്തുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. അടയ്ക്ക പഴയത് 6000 രൂപ മുതൽ 6900 രൂപ വരെ, പുതിയത് 5800 രൂപ മുതൽ 6200 രൂപ വരെ, രണ്ടാം തരം 4650 രൂപ മുതൽ 5050 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ LDF നേടിയത് 8049 വോട്ടുകൾ. 6117 വോട്ടുകൾ നേടി UDFും 2975 വോട്ടുകൾ നേടി NDAയും. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ LDF നേടിയെടുത്തത് 4437 വോട്ടുകൾ. 3682 വോട്ടുകൾ നേടി UDFും 2808 വോട്ട് നേടി NDAയും. അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പെങ്ങാമുക്ക് പള്ളിയിൽ സ്വീകരണം നൽകി. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ തിരുവാതിര വാണ്യം ഡിസംബർ 28-ന്. നാഷണൽ കളരിപ്പയറ്റ് മത്സരത്തിൽ അരുവായി VKM കളരി സംഘത്തിൽ നിന്നും 9 പേർ വിജയികളായി. ഒറ്റപ്പിലാവിൽ പ്രവർത്തിക്കുന്ന പെരുമ്പിലാവ് ചന്തയുടെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.